നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് സമീപകാലത്ത് മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അവസാനമായി കോൺമബോൾ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അർജന്റീന കളിച്ചത്. പക്ഷെ അവിടെ ഒരു തിരിച്ചടി അർജന്റീനയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. ഉറുഗ്വേക്കെതിരെയുള്ള മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു അർജന്റീന പരാജയപ്പെട്ടിരുന്നത്. പക്ഷെ തൊട്ടടുത്ത മത്സരത്തിൽ ആ ഒരു ക്ഷീണം തീർക്കാൻ അർജന്റീനക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. കാരണം ചിരവേരികളായ ബ്രസീലിനെ എതിരില്ലാത്ത 1 ഗോളിന് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. അത് തീർച്ചയായും അർജന്റീനക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യമാണ്, കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ വരുന്ന മാർച്ച് മാസത്തിലാണ് അർജന്റീന കളിക്കുക. 2 സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുക. ഒരു ഏഷ്യൻ ടൂറാണ് ഇപ്പോൾ അർജന്റീന നടത്തുന്നത്. അക്കാര്യത്തിന് വേണ്ടിയുള്ള കൺഫർമേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചൈനയിൽ 2 മത്സരങ്ങളാണ് അർജന്റീന കളിക്കുക. അതായത് മാർച്ച് 18-ാം തീയതി ചൈനക്കെതിരെയാണ് ചൈനയിൽ വെച്ചുകൊണ്ട് അർജന്റീന കളിക്കുക. ഹാങ്ഷോവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. അതിനുശേഷം മാർച്ച് 26-ാം തീയതി ഗാനക്കെതിരെ അർജന്റീന കളിക്കും എന്നുള്ളതാണ്. ആഫ്രിക്കൻ കരുത്തരാണ് ഗാന. പക്ഷെ ആഫ്കോണിൽ മോശം പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. ഇങ്ങനെ 2 മത്സരങ്ങളാണ് വരുന്ന മാർച്ച് മാസത്തിൽ അർജന്റീന ചൈനയിൽ വെച്ചുകൊണ്ട് കളിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലയണൽ മെസ്സിയും സംഘവും മികച്ച പ്രകടനം ഈ ഒരു സൗഹൃദ മത്സരങ്ങളിലും തുടരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനുശേഷം കോപ്പ അമേരിക്ക ടൂർണമെന്റ് ആണ് അർജന്റീനയെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.